നമസ്തേ സാർ. നമസ്കാരം. ഈ മാപ്രകൾ ഒരു ആഗോള പ്രതിഭാസമാണല്ലോ. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും അല്ലാതെ ഇതങ്ങ് നോർവേയിലും ഉണ്ടോ സാർ? തികച്ചും ശരിയായ ഒബ്സർവേഷനാണ്. നോർവേ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരതത്തിനെതിരെ പറയാന്ന് പറയുന്നത് ഈ മാപ്രകളുടെ ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിൽ വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ നമുക്കെതിരായിട്ടാണ് എപ്പോഴും വാർത്തകൾ കൊടുക്കുന്നത്. BBC ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ 100 മടങ്ങ് പെരുപ്പിച്ച് കാണിച്ച് ഇന്ത്യക്ക് അഗൻസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഓസ്ലോയിൽ കണ്ടത്. അവിടെ കണ്ട എന്താണ് ശരിക്കും പറഞ്ഞാല്, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ അഗ്രാൻഡൈസിങ് എന്നൊക്കെ പറയും. അതായത് ഒന്നുമല്ലാത്ത ഒരാള് വലുതാണെന്ന് കാണിക്കാനുള്ള, പെരുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമം. അതാണ് ആ കുട്ടി. 10-25 വയസ്സോ 28 വയസ്സുണ്ട്, പക്ഷെ കണ്ടാൽ തോന്നിക്കില്ല, ഒരു ബേബിയെ പോലെ ഉണ്ട്. ആ കുട്ടി അവിടെ ഒരു പെർഫോമൻസ് നടത്തിയത്. അതിനകത്ത് എന്താ സംഭവിച്ചത്? അവർക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രസ് ബ്രീഫിങ്ങും പ്രസ് മീറ്റും രണ്ടാണ്. പ്രസ് ബ്രീഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് അതിനെക്കുറിച്ച് ഒരു സംസാരിക്കുക, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, പ്രസ് അത് വിറ്റ്നസ് ചെയ്യും. ഓഫ്. പ്രസ് മീറ്റ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരവും അങ്ങോട്ട് ആൻസർ പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടന്നത് പ്രസ് ബ്രീഫിംഗ് ആയിരുന്നു. അവിടെ അദ്ദേഹം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അറിയാം, നമ്മുടെ പോഡിയത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പോഡിയം കഴിഞ്ഞ് അടുത്ത് താഴോട്ട് ഇറങ്ങുന്ന സ്റ്റേജ് എത്തപ്പോഴാണ് ഈ കുട്ടി അവിടെ കിടന്ന് ബളം വയ്ക്കുന്നത്. വൈ ഡോണ്ട് യു ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദ പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ കുട്ടിയുടെ കയ്യില് ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവരെ ആരോ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് മാത്രം ചെയ്ത ഒരു സംഭവമാണ്. ഈ കുട്ടി ഒരു 10-14,000 പിന്നെ റീഡർഷിപ്പ് ഉള്ള ഒരു പത്രത്തിൽ റിപ്പോർട്ടറാണ്. ഒന്നുമല്ലാത്തൊരു കുട്ടിയാണ്. ഇവരിതിനെ പിന്നെ അവരുടെ എക്സില് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര, അവർക്ക് 800-850 മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നവർക്ക് ഇറ്റ് വെന്റ് അപ് ടു മില്യൺസ്. അപ്പൊ അത് ഇതിന്റെ ഒരു ഭാഗമാണ് അതിന്റെയൊക്കെ. ഇവരുടെ ഈ പറഞ്ഞ നോർവേയുടെ ആകെക്കൂടെ 5.6 മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ. നമ്മുടെ ബോംബെ സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ മാത്രം 8 മില്യൺ ഉണ്ട് ഒരു ദിവസം. ആ രാജ്യത്തിനാണ് ഈ കുട്ടി പിന്നെ പാഠം പഠിപ്പിക്കാൻ വരുന്നത്. അത് മാത്രമല്ല, ആ കുട്ടി പറഞ്ഞ് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം എന്താ സംഭവിച്ചത്. അടുത്ത ദിവസത്തെ പത്രത്തിനകത്ത്, അവിടുത്തെ ഏറ്റവും വലിയ പത്രത്തിനകത്ത് ഇദ്ദേഹത്തെ നമ്മളൊരു പിന്നെ പാമ്പ് പിടുത്തക്കാരനായിട്ട്, പാമ്പാട്ടിയായിട്ടാണ് ചിത്രീകരിച്ചൊരു ഇത് വന്നത്. പിന്നെ എന്താണ് കാർട്ടൂൺ വന്നത്. ഇവര് മനസ്സിലാക്കുന്നില്ല. ഇവര് നമ്മള് അതെല്ലാം കഴിഞ്ഞ് എത്രയോ ഗാഥം നമ്മൾ പിന്നിട്ടിരിക്കുന്നുള്ള കാര്യം ഈ പിള്ളേരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ മിക്കവാറും നമ്മൾ മൂണിൽ പോയ കാര്യമൊന്നും, മൂണിൽ വെഹിക്കിൾ അയച്ച കാര്യമൊന്നും ഇവർ അറിയുന്നില്ല. എനിക്ക് എന്റെ ഇത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, ഇവിടത്തെ ഈ യൂറോപ്യൻ കൺട്രീസിലെ പല രാജ്യങ്ങളും പിന്നെ ഉപയോഗിക്കുന്ന ട്രാൻസ്പോണ്ടേഴ്സ് നമ്മുടെ ട്രാൻസ്പോണ്ടേഴ്സ് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അവരെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നമ്മുടെ കയ്യിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി നാണം കെടുത്തിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല. മൊണറോ മിനിസ്റ്റർ പറയാൻ നാണം കെടുത്താൻ ഒക്കില്ല. അദ്ദേഹം എത്രയോ മുകളിലാണ്. നാണം കെടുത്തിയ ആ രാജ്യത്തെയാണ്, ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ. ഒരു ഗസ്റ്റിനെ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനെ നാണം കെടുത്തി വിടുന്നത് നമ്മുടെ പാരമ്പര്യമല്ല. അത് എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടുത്തെ വരുന്ന ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ നമ്മൾ നാണം കെടുത്തി വിട്ട് ഏതെങ്കിലും ഈ പറഞ്ഞ നമ്മളെ മാപ്രകളെ കുറിച്ച് ഒക്കെ പറഞ്ഞെങ്കിലും ഒരു പത്രപ്രവർത്തകവും പോലും പിന്നെ ഇങ്ങനെ ഒരു ഫോറിൻ ഡിഗ്നിറ്ററി നാണം കെടുത്തി വിട്ട ചരിത്രം നമുക്കില്ല. അതിഥി ദേവോഭവയാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് അവരുടെ കൾച്ചറാണ്. അവരുടെ ആ കൊളോണിയൽ മെന്റാലിസവും റേസിസ്റ്റ് മെന്റാലിസവും ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ഇതേ കുട്ടിയെ തന്നെ അടുത്ത ദിവസം നമ്മുടെ ഫോറിൻ സെക്രട്ടറി സിബി ജോർജിന്റെ പ്രസ് മീറ്റിനെ വിളിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്ന് കണ്ടിട്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. അവിടെയാണ് നമ്മുടെ ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എന്താണ് വിശാല മനസ്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വന്നിട്ട് ആ കുട്ടി എന്താ ചെയ്തത്? ചോദിച്ചത് എന്താണ്? പിന്നെ വൈ ഷുഡ് ബി ട്രസ്റ്റ് യു, എങ്ങനെ നമ്മളെ വിശ്വസിക്കാം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ആയിരുന്നു
ഈ പ്രസ് മീറ്റ് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്ലൈ എന്തായിരിക്കും അറിയോ? നല്ല ബ്ലണ്ട് ആയിട്ട് Who told you to believe us? അതെ. Who told you to trust us? അതെ. Why should you trust us? നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ല. നിങ്ങൾ ഇത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you should go and ask your prime minister who has signed some 5-6 agreements with our country. Right. And if he doesn't have trust in our country, how could he sign that agreements? You should direct that question to her. എന്നായിരിക്കുമായിരുന്നു പിന്നെ ജയശങ്കർ മിനിസ്റ്റർ പറയുക. ഈ പണ്ട് ഈ നോർവേ അല്ലേ മറ്റേ നമ്മുടെ LTTE സപ്പോർട്ട് ചെയ്ത് അവിടെ ഈ ശ്രീലങ്കയിൽ പ്രശ്നം നടക്കുമ്പോൾ LTTEക്കുള്ള സപ്പോർട്ടെല്ലാം കൊടുത്തത് നോർവേ അല്ലേ? അങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ. സ്റ്റോറി അല്ല, അത് കാരണം ഫാക്റ്റ് ആണത്. അതെ. അവരവിടെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിരുന്നു, ഒരുപാട് ഫണ്ടിങ് നടത്തിയിരുന്നു LTTEക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ഇടപെടലൊന്നും അവിടെ വിലപ്പോയില്ല. ശ്രീലങ്കൻ ഗവൺമെന്റ് വളരെ ടാക്ട്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്തു. അവരില്ലാതെ തന്നെയാണ് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത്. അതിനകത്ത് തന്നെയാണ് ഈ നോർവേ ഗവൺമെന്റ് അംബാസഡർ, ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ അംബാസഡർ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ പിന്നെ ഇയാളുണ്ടല്ലോ പ്രശാന്ത് കിഷോറിനെ പോയി കണ്ട് പിന്നെ കുത്തിരിപ്പുണ്ടാക്കി നോക്കിയ ആളാണ്. അപ്പൊ ഇവരുടെ കുടുംബ തൊഴിലാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് കേട്ടിട്ട് ഇങ്ങനൊരു ഈ എക്സിലെ ഈ കുട്ടി ഇത് പോസ്റ്റ് ചെയ്തപ്പോ അതിനെ പിടിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിൽ നമ്മൾ ചെക്കൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു നമ്മുടെ വ്യൂവർ പിന്നെ പറഞ്ഞു അത് ചെക്കൻ എന്നുള്ളത് അവോയ്ഡ് ചെയ്യണം. കാരണം അയാൾ അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ഓൾ ഈസ് അവർ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇനി കോൺഷ്യസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം എന്ന് തന്നെ പറയാം നമുക്ക്. അദ്ദേഹം പോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ വളരെ മോശമായിട്ട് ഇപ്പോ അത് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഒരു നെഗറ്റീവ് ഒരു മൈൻഡ് സെറ്റ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷമായിട്ട് അദ്ദേഹം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ, ഈ 2013 പാക് പ്രസിഡന്റ് നവാസ് ഷെരീഫ് നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്ജിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി. ദിഹാത്തി ഔരത്ത് എന്നാണ്. ദിഹാത്തി ഔരത്ത് എന്ന് പറഞ്ഞാൽ വില്ലേജ് വുമൺ എന്നാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോ അന്ന് നമ്മുടെ മോഡിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹൗ ഡെയർ യു അഡ്രസ് മൈ നേഷൻസ് PM ആസ് വില്ലേജ് വുമൺ ആൻഡ് അവർ കൺട്രി വിൽ നോട്ട് ടോളറേറ്റ് ഇൻസൾട്ട് ടു ആൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബൈ എ ഫോറിനർ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം അന്ന് ആ സമ്മേളനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ. അതിൽ പങ്കെടുത്ത ഇന്ത്യൻ ജേർണലിസ്റ്റിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവിടെ കയറിയിരുന്നത്? യു ഷുഡ് ഹാവ് വാക്ക്ഡ് ഔട്ട്. നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു എന്ന് വന്നിട്ട് അദ്ദേഹം കളിയാക്കി ഈ മാപ്പറകളെ. ഈ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ ഒരു കാര്യം അദ്ദേഹം ഓർമ്മിക്കണമായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഇതുവരെയായിട്ട് 32 രാജ്യങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് കൊടുത്തത്. ഇവിടെ തന്നെ നോർവേയിൽ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ്, അവിടുത്തെ കിങ് കൊടുക്കുന്ന ഏറ്റവും വലിയ സിവിൽ, അത് കിട്ടിയ ആളാണ്. അത് കിട്ടിയ ആളുടെ അടുത്താണ് ആ കുട്ടി അവിടെ ചോദിച്ചത് നമ്മളെങ്ങനെ വിശ്വസിക്കുമെന്നുള്ളത്. അപ്പൊ അതെങ്കിലും ഇയാൾ ആലോചിക്കേണ്ടായിരുന്നു. ഡച്ച് അഥവാ നെതർലൻഡ്സിലെ പ്രധാനമന്ത്രി മിസ്റ്റർ ജോബ് ഡെറ്റൺ നമ്മുടെ മോഡിജി അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു അനാവശ്യ പ്രസ്താവന കൊടുത്തിരുന്നല്ലോ സാറേ, മെയ് 16. അതായത് ഇവർക്കൊന്നും ഒരു ആതിഥ്യ മര്യാദയില്ലേ? സാറത് കേട്ടുവാണല്ലോ, അതൊന്ന് വിശദീകരിക്കാം. അതെ, അത് ശരിക്കും പറഞ്ഞാല് പിന്നെ ഇവരുടെ ഉപ്പമാർക്ക് കിട്ടിയ ഒരു അടികൊണ്ടുള്ള ഒരു ചുരുക്കാണ്. അറിയാമല്ലോ, കുളച്ചെടുത്തത് കേട്ടിട്ടില്ലേ? 1741 നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവ് അവരെ കീഴടക്കുകയും അവരുടെ പിന്നെ പടനായകനെ തന്നെ സേനാനായകൻ തന്നെ നമ്മുടെ സേനാനായകനാക്കുകയും ഇവിടെ തോക്കുണ്ടാക്കുക അയാളുടെ ഫാമിലി തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഒരു കാര്യം അന്ന് അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവരെ പിന്നെ ഇതൊക്കെ ചെയ്തു നോക്കി തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മതേതരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പാഠം അതിനകത്ത് പഠിക്കാറുണ്ട്. ഈ പറഞ്ഞ ക്രിസ്ത്യാനിയായ ഡെൽനോയ് ഈ പറഞ്ഞ പടനായകനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മതം മാറ്റാൻ നമ്മൾ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒരു ചർച്ച് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്, പള്ളിമുക്കില്. ആ തലമുറയാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത്.
ഇദ്ദേഹത്തിന്റെ ഇതിനകത്തൊരു ഒരു ഹിസ്റ്റോറിയൻസ് പറയുന്നത് അതെ. ഈ ബട്ട് ഫോർ ദ കുളച്ചൽ വാർ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഏഷ്യ വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് എന്നാണ്. Right. അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഡച്ചുകാർ ഇവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അതെ. ഇംഗ്ലീഷുകാർക്കുള്ള ആധിപത്യം ഉണ്ടാകുമായിരുന്നില്ല. മിക്കവാറും ഇംഗ്ലീഷുകാരെ ഇവരെ തുരത്തി ഡച്ചുകാരായിരിക്കുമായിരുന്നു ഇവിടുത്തെ ആധിപത്യം സ്ഥാപിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പവർ ഇക്വേഷൻസ് ഒക്കെ വളരെ വളരെ മാറിപ്പോകുമായിരുന്നാണ് ഹിസ്റ്റോറിയൻസ്, അറിവുള്ള ഹിസ്റ്റോറിയൻസ് പറയും. നമ്മുടെ ഇവിടുത്തെ മാപ്രകളല്ല, നമ്മുടെ ഇവിടുത്തെ ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, ഇതിനെയൊക്കെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. അതായത് അന്ന് കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളിന്ന് ഡച്ച് ഭാഷ സംസാരിക്കുന്ന ജനതയായിട്ട് മാറിയാണ് കേരളത്തിൽ. പരമാർത്ഥം. അതെ അതെ. അന്ന് തുടങ്ങിയ ഒരു ചുരുക്കാണ് ഇപ്പോഴും ഭാരതീയരോടും ഇപ്പൊ മോഡിയോടും ഡച്ചുകാർ കാണിച്ചതെന്ന് വേണം നമുക്ക് കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും. അവർക്ക് ഇപ്പോഴും ആ കൊളോണിയൽ മൈൻഡ് സെറ്റ് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. അതാണ് വാസ്തവം.